ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഇന്ന് സുന്നത്ത് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അതിനെ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ഒരു ചെറിയ വ്ളോഗാക്കിയിട്ട് ഇടാൻ കരുതിയിട്ടാട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഇക്കാക്കി ഇതേപോലെ സുന്നത്ത് നോമ്പ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ കരുതിയിട്ട് അതിനൊക്കെ ടേബിൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്നങ്ങനെ കരയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ഞങ്ങൾക്ക് അങ്ങനെ അത്താഴത്തിന് അങ്ങനെ ഇന്ന കറി തന്നെ വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു കറി കിട്ടിയാൽ മതി. ഒന്നാമത് താളിച്ച കറി മാത്രമേ ഞങ്ങളങ്ങനെ അത്താഴത്തിന് കഴിക്കലുള്ളൂ, അതേ കഴിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പിന്നെ ഒന്നാമത് ഞാൻ ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പം ഞങ്ങളെ ബാക്കിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ഐ മീൻ ഞങ്ങളെ റൂമിൻ്റെ ബാക്കിൽ. അപ്പം എന്തായാലും എൻ്റെ വീഡിയോയിൽ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഈ സൗണ്ട് ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞാൻ തക്കാളി താളിച്ചതും അതേപോലെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് വെച്ചിട്ടൊരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജസ്റ്റ് മുട്ടയിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന്, അതായത് ഉള്ളിയൊന്നും ഇടാണ്ട് ജസ്റ്റ് ഒന്ന് വേഗം പണി ചെയ്യണമല്ലോ. കാരണം ഞാൻ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ഇങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കിയെടുത്ത് എന്ന് വെച്ചാൽ ഞാനതാ അത്താഴത്തിനുള്ള ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. ഒന്നാമത് എനിക്ക് തക്കാളി താളിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ എനിക്കത് മാത്രം മതി എനിക്ക് ശരിക്കും അത്താഴത്തിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ റംസാൻ ടൈമിൽ വാങ്ങിയൊരു എന്താ പറയുക ലാന്തേണായിരുന്നു. അതുതന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് അതിൻ്റെ ലൈറ്റ് വന്നിട്ട് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഒരു പീസ് മൊമെൻറ്റ് കിട്ടുന്ന പോലെ തോന്നലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിത് ഒരു 11 മണിയൊക്കെ ആയപ്പം എനിക്ക് ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈരൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താഴത്ത്, അതായത് ഞങ്ങളെ റൂമിൻ്റെ അടിയിലൊരു ചെറിയൊരു ബക്കാലുണ്ട്, ഐ മീൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു തൈരും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോന് എന്തെങ്കിലും മുട്ടായി, ജ്യൂസ്, അങ്ങനെ ലേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓന് വേണം. അപ്പം ഞാൻ എനിക്ക് ആവശ്യമുള്ളതും ഓനക്ക് വേണ്ടതും കൂടി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും ഇവിടെ വാങ്ങാനില്ലേനു. പിന്നെ ആണെങ്കിൽ ഇവിടെ എന്താ പറയുക കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. അതായത് നമ്മുടെ ഈ പാല്, തൈര്, അതുപോലെ തന്നെ കുറേ ലേസ്, മുട്ടായി, പെപ്സി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളൂ. അല്ലാണ്ട് അങ്ങനെ കാര്യമായിട്ട് നമ്മുടെ ഈ പൊടികളൊക്കെ ഐറ്റംസ് ഉണ്ടല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം എനിക്ക് ആവശ്യമുള്ള, അതായത് എനിക്ക് പാല്, തൈര് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയായിരുന്നു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എടുക്കുന്നുണ്ടായി. ഓനക്ക് വേണ്ട മുട്ടായി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിയിട്ട് ഞാൻ നേരെ റൂമിലോട്ട് പോകട്ടോ. ഉള്ളു സൗണ്ട് നല്ല കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ തൊട്ടടുത്ത് എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. അതാണ് കേട്ടോ ഈ വീഡിയോയിലൊക്കെ ഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇനിയിപ്പോൾ ഈ ഒരു സൗണ്ട് ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് നല്ല ഡിസ്റ്റർബൻസ് ആവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാനും ഒക്കെ വാങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് കയറുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളെ റൂമിൻ്റെ മേലെ വേറൊരു ടീമുണ്ട്, ഓരതാണ് ആ സൈക്കിളും കാര്യങ്ങളൊക്കെ. അങ്ങനെ എൻ്റെ റൂമിലൊക്കെ കയറി. അങ്ങനെ ഓന് ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൻ്റെ കുളിക്കലും മാറ്റലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഓന് എന്താ പറയുക ഈ ചോക്കോബാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇരുന്ന് തിന്ന്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വേഗം പോയി എൻ്റേതായ കുളിക്കൽ, മാറ്റൽ, എക്സെട്ര പരിപാടിയും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം ഒന്ന് ഖുർആൻ ഓതാൻ നേരത്തെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും നോമ്പാകുമ്പോൾ പിന്നെ അങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് ഞാൻ ഉണ്ടാക്കില്ല. ഞാൻ രാത്രി എന്തായാലും ചോറുണ്ടാക്കുമ്പം അതിന് കുറച്ചൊന്ന് മോനെടുത്ത് വെക്കല. എന്നിട്ട് പിന്നെ ഓനത് ഞാൻ ഉച്ചയ്ക്ക് ചൂടാക്കി കൊടുക്കും. അല്ലാതെ ഉച്ചക്കൊന്നും ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ കുറേ ടൈം എനിക്ക് ബാക്കി ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഞാനധികം നോമ്പെടുക്കുമ്പോൾ ഇക്കാകനോടും പറയും നിങ്ങൾ നോമ്പെടുത്തോളിയാണ്. എന്നാൽ പിന്നെ ഉച്ചക്കൊന്നും ഇക്കാക്കും അങ്ങനെ ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ. അപ്പം പിന്നെ എനിക്ക് അത്രയും ടൈം സേവിങ് ആണ്. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒന്നുമില്ലെങ്കിൽ ഖുർആൻ ഓതലും അങ്ങനെ എൻ്റേതായ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് കുറച്ചും കൂടി
സിമ്പിളാണല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ നോമ്പെടുത്തുകൊണ്ടും കാര്യമില്ലല്ലോ, നമുക്ക് അതിലോട്ട് കുറച്ചും കൂടി എന്താ പറയുക ഫോക്കസ് ചെയ്യാനൊക്കെ പറ്റണമല്ലോ. അതുകൊണ്ട് ഇനി ഞാനങ്ങനെ ഉച്ചക്കാലം കാര്യമായിട്ട് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഞാൻ എൻ്റേതായ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ നിസ്കരിക്കാനായാലും ഖുർആൻ ഓതാനും അങ്ങനെ കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പിന്നെ കിച്ചണിലോട്ട് കയറലുള്ളൂ. അപ്പം ഈ ഒരു ടൈം ഞാൻ എന്താ പറയുക, അതായത് മോന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറേ നേരം ഫ്രീ ആവും. ഞാൻ അധികം അങ്ങനെ 3-3:30-4 മണി കഴിച്ച് പിന്നെ കിച്ചണിൽ കയറലുള്ളൂ. അപ്പം അത്രയും നേരം എനിക്ക് ഫ്രീ ആണ്, ജസ്റ്റ് ഒന്ന് അടിച്ചാരി തുടയ്ക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് അങ്ങനെ എൻ്റേതായ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഖുർആനിൽ ഓതാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കുറേ നേരമൊക്കെ കുറച്ച് നേരം ഒക്കെ ഖുർആൻ ഓതി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റേതായ മടക്കി വെക്കലും എനിക്ക് ഒന്നാമത് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു സംഭവമാണ് ഈ ഡ്രസ്സ് മടക്കി വെക്കൽ. അപ്പം ഞാനത് വേഗം ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് മടക്കി വെക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഞാനില്ലേ സംഭവം ഞാൻ ഈ അടുത്തായിട്ട് ഞാൻ കുറച്ച് അയക്കുന്നു വിചാരിക്കുന്നു എൻ്റെ ഫോണിൻ്റെ കവറൊന്ന് കേസൊന്ന് മാറ്റണമെന്ന്. കാരണം എൻ്റെ ഒരു ട്രാൻസ്പാരൻറ്റ് കേസ് ചെയ്യണം, അതൊന്നായിട്ട് മഞ്ഞ കളറോ എന്തോ ഒരു കളറായി പോയിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് അയക്കുന്നു ഇങ്ങനെ ഒന്ന് ഒരു കേസ് വാങ്ങണം എന്ന് എഴുതിയിട്ട്. പിന്നാണെങ്കിൽ എനിക്ക് എല്ലാ സാധനവും കുറച്ചും കൂടി വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് അങ്ങനത്തെ കളേഴ്സിനോടാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ഞാനൊരു വൈറ്റ് കേസ് കണ്ടപ്പം ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാ വൈറ്റ് വാങ്ങി, പിന്നെ അത് വേഗം എന്താ പറയുക കളറൊക്കെ അങ്ങോട്ട് മാറിപ്പോകുമല്ലോ. പിന്നെ ഞാൻ ചോക്കിയത് ഇനി യൂസ് ചെയ്യണ്ട, എങ്ങോട്ടെങ്കിലും പുറത്തൊക്കെ പോകുന്ന ടൈമിൽ മാത്രം യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ അത് പെട്ടിയിൽ തന്നെ ആക്കിയിട്ട് അതേപോലെ അടച്ചു വെച്ചു. അങ്ങനെ അതിനൊക്കെ ശേഷം ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇങ്ങനെ ലെങ്തി ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഷൂട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിന്ന് എന്താ പറയുക നമ്മുടെ ഈ മുട്ട മറിച്ചതുണ്ടല്ലോ അതും ബോണ്ടായിരുന്നു കേട്ടോ, പലഹാരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായത്. പിന്നെ ഓറഞ്ച് ജ്യൂസും പിന്നെ പൂരി അതേപോലെ കറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്ത് എന്ന് പറയാൻ പറ്റില്ല, ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പം അവിടെ ആണ് എനിക്ക് പള്ളിയുള്ളത്. അപ്പോൾ ഞാൻ ഇശാ നിസ്കരിക്കാൻ പിന്നെ ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്നാണ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഇശാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ മോനെ എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ തറാവി ടൈമിൽ ഇങ്ങനെ പോയോണ്ട് നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്കത് അത്ര വലിയ പാടാവുന്നില്ല. ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ ഡെയിലി ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ പാടില്ലേനു കേട്ടോ. അങ്ങനെ ഞാൻ ഇശാക്ക് നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഈ പള്ളീൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ മോന് എന്താ പറയുക കുറച്ച് നേരം ഒന്ന് പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോണ്ട് ഒരു കുതിരമേൽ ഒരു ചിക്കൻ ഇങ്ങനെ വരുന്നു. അങ്ങനെ ഇതാണ്ടോ ഞങ്ങളെ പള്ളി. എന്താ പറയുക ഇത് ശരിക്കും ഫോണിൽ കാണുന്നതിനേക്കാളും അടിപൊളിയാട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഞാൻ തറാവി ടൈമിലാണ് ഈ പള്ളിയിൽ കൂടുതലായിട്ട് പോകൽ തുടങ്ങിയത്. എന്താ പറയുക എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക ഒരു പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും പോവലൊക്കെ തുടങ്ങിയത്. ഇശാനൊക്കെ കേട്ടോ. അങ്ങനെ ഓന് കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ച് പിന്നെ എനിക്ക് ഞാൻ ഇപ്പം നിന്നുകൊണ്ട് നിൽക്കുന്ന റൂം എനിക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അപ്പാർട്ട്മെൻറ്റൊക്കെ എന്താ പറയുക വേറെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് സെറ്റായത്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കി നടക്കാനുള്ള ടൈമില്ല. ആകെ 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറിക്കൊടുക്കണം. അതുകൊണ്ട് ആ 2 ദിവസത്തിന് കിട്ടുന്നത് ഏതാണോ അങ്ങനെ അതിലോട്ട് മാറാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി എനിക്ക് കിച്ചണൊന്നും എനിക്ക് അത്ര കണ്ട് സെറ്റായിട്ടില്ല, കാരണം ഭയങ്കര ചെറുതായ പോലെ ഉണ്ടേനു. എങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്ന രീതിക്കാണ്. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.